ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ക്ഷേത്ര ചരിത്രമാണ് പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. ഈ ക്ഷേത്രം 15-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. അമ്പലപ്പുഴയിൽ പണ്ട് ഭരിച്ചിരുന്ന രാജവംശം എന്ന് പറയുന്നത് ചമ്പകശ്ശേരി രാജവംശമായിരുന്നു. തിരുവിതാംകൂറിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യവും സർവസ്വത്തുക്കളും ശ്രീ പത്മനാഭസ്വാമിക്ക് കാഴ്ചവെക്കുകയും പത്മനാഭദാസനായി അറിയപ്പെടുകയും ചെയ്തത് ചമ്പകശ്ശേരി രാജാവിനെ പിന്തുടർന്നാണ് എന്ന് വിശ്വസിക്കുന്നു. അതായത് അതിനു മുമ്പ് തന്നെ ചമ്പകശ്ശേരി രാജാവ് തൻ്റെ സർവസ്വത്തും ഭഗവാന് സമർപ്പിച്ചെന്നും അദ്ദേഹം ദേവനാരായണൻ എന്ന പേര് സ്വീകരിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. തിരുവിതാംകൂറിലെ വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴയിലെ ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പാർത്ഥസാരഥിയാണ് ഭഗവാന്റെ പ്രതിഷ്ഠാരൂപം. ഭഗവാന്റെ വലതു കൈയിൽ ചമ്മട്ടിയും ഇടതു കൈയിൽ ശംഖുമാണ് ഉള്ളത്. ആ രീതിയിൽ ഭഗവാനെ പാർത്ഥസാരഥിയായി കണക്കാക്കുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നൈവേദ്യമാണ് അമ്പലപ്പുഴ പായസം. നമ്മൾ സാധാരണയായി പ്രശസ്തമായ രീതിയിലുള്ള ആ പിങ്ക് കളറിലുള്ള അമ്പലപ്പുഴ പാൽപ്പായസം ഉച്ചപൂജയ്ക്കാണ് നിവേദ്യമായി കൊടുക്കുന്നത്. അതല്ലാതെ സാധാരണയായി നമുക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സാധാരണയായിട്ടുള്ള വെളുത്ത കളറിലെ പാൽപ്പായസവും ക്ഷേത്രത്തിൽ നിവേദ്യമായി ചെയ്യാറുണ്ട്. ഉച്ചപൂജയ്ക്ക് നൈവേദ്യമായി സമർപ്പിക്കുന്ന പാൽപ്പായസത്തെ പറ്റി 2 ഐതിഹ്യങ്ങളാണ് പ്രചാരത്തിലുള്ളത്. ഒന്നാമത്തെ ഐതിഹ്യമെന്ന് പറയുന്നത് ചമ്പകശ്ശേരി രാജാവ് ചതുരംഗം കളിയിൽ വലിയ തൽപരനായിരുന്നു. അദ്ദേഹം ചതുരംഗം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു മുനിയുടെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരികയും രാജാവിനോടുകൂടി ചതുരംഗ കളിയിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. രാജാവ് താൻ വലിയ ചതുരംഗ കളിക്കാരനാണ് എന്ന് അല്പം അഹങ്കരിച്ചിരുന്നതായും പറയുന്നു. ആ അഹങ്കാരം തീർക്കുന്നതിനായിട്ടാണ് ഭഗവാൻ മുനിയുടെ രൂപത്തിൽ രാജാവിൻ്റെ അടുത്ത് ചതുരംഗം കളിക്കാനായി വന്നത്. രാജാവ് മുനിയുടെ ക്ഷണം സ്വീകരിക്കുകയും ചതുരംഗക്കളിയിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അതിനു മുമ്പായി സമ്മാനം നിശ്ചയിക്കുന്നു. മുനി ഒരു സാധുവാണ്, മുനിയുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ രാജാവ് തൻ്റെ അഹങ്കാരം കൊണ്ട് പറയുന്നു, ഞാൻ ജയിക്കുകയാണെങ്കിൽ എന്താണ് വേണ്ടതെന്ന് അങ്ങ് തന്നെ തീരുമാനിക്കുക, എന്തും ഞാൻ തരാൻ തയ്യാറാണ്. രാജാവിന് അത്ര ഉറപ്പുണ്ടായിരുന്നു മുനിയെ തോൽപ്പിക്കുമെന്നുള്ളത്. അങ്ങനെ മുനി രാജാവിനോട് പറയുകയാണ്, എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്, അതിനാൽ കുറച്ച് നെല്ല് മാത്രമാണ് എനിക്ക് വേണ്ടതെന്ന്. വീണ്ടും അഹങ്കാരത്തോടെ രാജാവ് ചോദിക്കുകയാണ്, എത്ര നെല്ലാണ് അവിടുത്തേക്ക് വേണ്ടതെന്ന്. അത് കേട്ട് ഒരു ചിരിയോടുകൂടി ആ മുനി പറഞ്ഞു, ഈ ചതുരംഗ പലകയിലെ ആദ്യത്തെ ചതുരത്തിൽ 1 അരി, രണ്ടാമത്തെ ചതുരത്തിൽ 2, മൂന്നാമത്തെ ചതുരത്തിൽ 4, നാലാമത്തെ ചതുരത്തിൽ 8, അങ്ങനെ ഇരട്ടിക്കണം എന്ന് പറഞ്ഞു. തൻ്റെ അഹങ്കാരത്തിൽ ചതുരംഗ പലകയിൽ എത്ര കളങ്ങളുണ്ടെന്നോ അത് എത്രത്തോളം അരിയാകുമെന്നോ ഒന്നും
രാജാവ് ആ സമയം ഓർത്തില്ല. രാജാവ് സമ്മതിക്കുന്നു. കളിയിൽ രാജാവ് തോൽക്കുന്നു. രാജാവ് കളിയിൽ പരാജയപ്പെട്ട് തോൽവി സമ്മതിച്ചു. മുനി അപ്പോൾ സമ്മാനം ആവശ്യപ്പെട്ടു. ചെസ് ബോർഡിൽ അരി വെച്ചു തുടങ്ങിയപ്പോഴാണ് കുറച്ചൊന്നുമല്ല അതിൻ്റെ അളവെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ മില്യൺ ടൺ അരി വരെ വെക്കേണ്ട അവസ്ഥയാണ് വന്നത്. അപ്പോൾ തർക്കമായി രണ്ടുപേരും തമ്മിൽ. അങ്ങനെ തർക്കം മൂത്തപ്പോൾ മുനി തൻ്റെ യഥാർത്ഥ സ്വരൂപം രാജാവിന് മുമ്പിൽ കാണിച്ചു കൊടുത്തെന്നും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും പറയുന്നു. എന്നിട്ട് മുനി രാജാവിനോട് പറഞ്ഞു, കടം ഉടനെ വീട്ടണ്ട, ഈ കണക്ക് തീരുന്നിടം വരെ, അതും അതിൻ്റെ പലിശയും ചേർത്ത് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്ക് പായസം വെച്ച് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞുവെന്ന് പറയുന്നു. അത് സൗജന്യമായി കൊടുക്കണമെന്നായിരുന്നു ഭഗവാൻ പറഞ്ഞിരുന്നത് അക്കാലത്ത്. ഇപ്പോൾ അത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. ക്ഷേത്രം സൗജന്യമൊന്നുമല്ല, പൈസ കൊടുത്താലേ കിട്ടൂ. ഇനി മറ്റൊരു ഐതിഹ്യം പറയുന്നത്, ചെമ്പകശ്ശേരി രാജാവ് പട്ടമന ഇല്ലത്ത്, തലവടിയിലുള്ള പട്ടമന ഇല്ലത്തെ തിരുമേനിയുമായി അടുത്ത ചങ്ങാത്തം പുലർത്തിയിരുന്നു. പട്ടമന ഇല്ലത്തെ തിരുമേനിയുമായി ചതുരംഗവും കളിച്ചിരുന്നു. ഒരിക്കൽ ചെമ്പകശ്ശേരിയിൽ കൃഷിയിടത്തിൽ വെട്ടുകിളിയുടെ ആക്രമണം ഉണ്ടായി. അങ്ങനെ വിത്തെല്ലാം നശിച്ചു, അരിയെല്ലാം നശിച്ചു, നെല്ല് എല്ലാം നശിച്ചു. വെട്ടുകിളി വന്നെല്ലാം വെട്ടി കളഞ്ഞു. പിറ്റേ തവണത്തേക്ക് വിത്തിനാവശ്യമുള്ള നെല്ല് ഇല്ലാതായി. പക്ഷേ പട്ടമന ഇല്ലത്തെ തിരുമേനിയുടെ കയ്യിൽ നെല്ലുണ്ടായിരുന്നു. അങ്ങനെ 5000 പറ നെല്ല് രാജാവ് പട്ടമന ഇല്ലത്തെ തിരുമേനിയിൽ നിന്നും കടമായി മേടിക്കുന്നു. കാലം കഴിഞ്ഞു, രാജാവ് നെല്ല് തിരിച്ചു കൊടുത്തില്ല. പട്ടമന ഇല്ലത്തെ തിരുമേനിക്ക് നെല്ലിനാവശ്യം വന്നു. അങ്ങനെ തിരുമേനി രാജാവിനെ അന്വേഷിച്ച് വരികയാണ്. വന്നുപെട്ടത് ഭഗവാന്റെ മുമ്പിൽ. തിരുമേനി അറിഞ്ഞു രാജാവ് ഉച്ചപൂജ തൊഴാനായിട്ട് വരുന്നുണ്ട്, അവിടെ വെച്ച് കാണാമെന്ന് നിശ്ചയിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ക്ഷേത്രത്തിൽ വെച്ച് രാജാവും തിരുമേനിയും കണ്ടുമുട്ടുന്നു. തിരുമേനി നെല്ല് ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് രാജാവിന് ഓർമ്മ വന്നത്, പട്ടമന ഇല്ലത്തെ തിരുമേനിക്ക് നെല്ല് കൊടുത്തില്ലല്ലോ എന്ന്. പക്ഷേ നെല്ല് കൊടുക്കാനായി മന്ത്രിയെ ഏർപ്പാട് ചെയ്തിരുന്നതാണ്. പക്ഷേ മന്ത്രി കൊടുത്തില്ല. ഇവർ തമ്മിലൊരു തർക്കമാകുന്നു. അവസാനം തിരുമേനി പറയുന്നു, നെല്ല് ഇവിടെ വെച്ചതിന് ശേഷമേ രാജാവ് ഉച്ചപൂജ തൊഴാൻ പാടുള്ളൂ. ഇത് കേട്ട് രാജാവ് ആകെ വിഷമിക്കുന്നു. മന്ത്രിയോട് പറയുന്നു, എങ്ങനെയെങ്കിലും നെല്ല് കൊടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ മന്ത്രി പെട്ടെന്ന് തന്നെ എല്ലാവരുമായി ആലോചിച്ച് ചെമ്പകശ്ശേരിയിലെ മുഴുവൻ ജനങ്ങളും അവരുടെ കയ്യിലുള്ള നെല്ല് കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്നിട്ട് മന്ത്രി പെട്ടെന്ന് തന്നെ പറയുകയാണ്, എടുത്തുകൊണ്ട് പൊക്കോളൂ നെല്ല്. പക്ഷെ ആരും തിരുമേനിയെ സഹായിക്കുകയില്ല. ഉച്ചപൂജയ്ക്ക് മുമ്പ് ഈ നെല്ല് മുഴുവൻ ഇവിടുന്ന് എടുത്തു മാറ്റണം. അങ്ങനെ 36,000 പറ നെല്ലായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്, പലിശ സഹിതം. തിരുമേനിക്ക് കാര്യങ്ങളുടെ കിടപ്പൊക്കെ മനസ്സിലായി, എടുത്തു മാറ്റാൻ കഴിയില്ല. അങ്ങനെ ഒരു പിടി നെല്ല് ഭഗവാന് സമർപ്പിച്ചിട്ട് തിരുമേനി പറഞ്ഞു അത്രേ, ഈ നെല്ലെല്ലാം ഭഗവാനിലേക്ക് മുതൽ കൂട്ടുക, നെല്ലിൻ്റെ പലിശ കൊണ്ട് ക്ഷേത്രത്തിൽ പായസം വെച്ച് ഭഗവാന് സമർപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് തിരുമേനി പോയി എന്നും മറ്റൊരു ഐതിഹ്യം പറയുന്നുണ്ട്. വില്ലുമംഗലത്ത് സ്വാമിയാരാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്ഥാനം നിർണയിച്ചത് എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ വില്ലുമംഗലവും ചെമ്പകശ്ശേരി രാജാവും കൂടി വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് മനോഹരമായ ഒരു ഓടക്കുഴൽ നാദം കേൾക്കാനിടയായി. ഇതെവിടെ നിന്നാണ് വരുന്നതെന്ന് രാജാവ് ചുറ്റും കണ്ണോടിക്കുന്നു. പക്ഷേ
ഓടക്കുഴൽ നാദമല്ലാതെ ആളുകളെ ഒന്നും കാണുന്നില്ല. പക്ഷേ മഹാജ്ഞാനിയായ വില്വമംഗലത്തിന് മനസ്സിലാകുന്നു ഇത് ഭഗവാന്റെ ഓടക്കുഴൽ നാദമാണെന്ന്. അങ്ങനെ അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്ന് പറഞ്ഞ് സ്ഥാനം നിർണയിച്ചിട്ട് വില്വമംഗലം മടങ്ങിപ്പോയി. അതിനുശേഷം കുറിച്ചിയിൽ നിന്നാണ് ഇപ്പോൾ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പാർത്ഥസാരഥി രൂപം കൊണ്ടുവന്നതെന്നും അത് പ്രതിഷ്ഠിക്കാനായിട്ട് അവിടെ തീരുമാനിച്ച് പൂജകളെല്ലാം നടത്തി ആ പീഠത്തിലേക്ക് ഭഗവാനെ ഉറപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും ആ വിഗ്രഹം ആ പീഠത്തിൽ ഉറച്ചില്ല എന്നും പറയുന്നു. ആ സമയത്ത് എവിടെ നിന്നോ ആരോ പറഞ്ഞു വിട്ടതുപോലെ നാരായണത്വ ഭ്രാന്തൻ അവിടെ എത്തിച്ചേരുകയും നാരായണത്വ ഭ്രാന്തൻ മുറുക്കിക്കൊണ്ടാണ് വന്നത്. തൻ്റെ വായിൽ താമ്പൂലമുണ്ടായിരുന്നു, മുറുക്കി ചുവപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. ആ മുറുക്കി ചുവപ്പിച്ച ആ താമ്പൂലം തുപ്പി ആ പശയിൽ ഭഗവാൻ ഉറച്ചുവെന്നുമാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ചിയിൽ നിന്നും കൊണ്ടുവന്നപ്പോൾ വള്ളത്തിലൊക്കെ ദേശവാസികൾ അനുഗമിച്ചെന്നും വളരെ ഘോഷയാത്രയോടുകൂടി ഭഗവാനെ സ്വീകരിച്ചെന്നുമാണ് പറയുന്നത്. അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഇന്നും മൂലം വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി നടത്തുന്നതെന്നും പറയുന്നു. അങ്ങനെ നാരായണത്വ ഭ്രാന്തൻ്റെ ആ പ്രവൃത്തി മൂലമാണ് ഭഗവാൻ അവിടെ ഉറച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ മഹാത്മ്യം, എല്ലാവരും തന്നെ ഈ പായസം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം. അമ്പലപ്പുഴ പാൽപ്പായസം തയ്യാറാക്കുന്നതിന് ഏകദേശം 6 മണിക്കൂർ നേരത്തെ സമയം വേണം. രാവിലെ 5 മണിക്ക് വെള്ളം അടുപ്പിൽ വെക്കും. അതിനുശേഷം ഈ വെള്ളം 1 മണിക്കൂർ നേരം തിളയ്ക്കും. അവിടുത്തെ മണിക്കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. 6 മണിക്ക് പാലൊഴിക്കും. ആ പാലിൽ 1 ലിറ്റർ പാലിന് 4 ലിറ്റർ വെള്ളം ഒഴിക്കണമെന്നാണ് കണക്ക്. അങ്ങനെ 6 മണി മുതൽ ഈ പാല് തിളയ്ക്കാനായിട്ട് തുടങ്ങും, പാലും വെള്ളവും. അങ്ങനെ 10:45 ആവുമ്പോഴേക്കും ഈ പാലിൻ്റെ നിറം ചെമ്പകപ്പൂവിൻ്റെ നിറമാകും. അങ്ങനെ 10:45 അരിയിടും. അരിയിട്ട് 11:30 ആകുമ്പോഴേക്കും തീ നിർത്തി പഞ്ചസാരയും ചേർക്കും. അപ്പോഴേക്കും നൈവേദ്യത്തിന് പായസം തയ്യാറാകും. എല്ലാ ദിവസവും 33 ഇടങ്ങഴി പായസമാണ് ക്ഷേത്രത്തിൽ ഉണ്ടാക്കുന്നത്. അത് ഏകദേശം 42 ലിറ്റർ പായസം വരും. എത്ര പായസം ഉണ്ടാക്കിയോ അത്രയും പായസവും ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി നിവേദിക്കാറുണ്ട്. അതല്ലാതെ കുറച്ചു മാത്രം എടുത്തു കൊണ്ടുപോയി നിവേദിക്കുന്ന രീതിയല്ല ക്ഷേത്രത്തിലുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത്, ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ഗുരുവായൂരപ്പനെ ടിപ്പു സുൽത്താൻ നശിപ്പിക്കുമോ എന്ന ഭയം മൂലം അവിടെ നിന്ന് ദേശക്കാരും മേൽശാന്തിയും മറ്റും ഭഗവാനെ അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോകുന്നതായും വിശ്വസിക്കുന്നു. ഇന്നും ഗുരുവായൂരപ്പൻ നട എന്ന് പറഞ്ഞ ഒരു നട ക്ഷേത്രത്തിൽ പോയാൽ കാണാവുന്നതാണ്. ഗുരുവായൂരപ്പൻ ഭഗവാന്റെ ഗുരുവായൂരിലെ ഉച്ചപൂജ കഴിഞ്ഞാൽ നേരെ അമ്പലപ്പുഴയ്ക്ക് പോരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ വന്ന് പാൽപ്പായസമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് ഗുരുവായൂർക്ക് പോകുമെന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഉച്ചപൂജ കഴിഞ്ഞാൽ ഉടൻ തന്നെ നടയടയ്ക്കും. ശിവേലി വൈകിട്ട് നട തുറന്നതിന് ശേഷമാണ് നടത്തുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ ഉച്ചപൂജ മാത്രമേ ഉച്ചയ്ക്ക് നടത്തുന്നുള്ളൂ. അതിനുശേഷം നട അടയ്ക്കും. ഉച്ചശിവേലി വൈകിട്ടാണ് നടത്തുന്നത്. കാരണം ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയ്ക്ക് പോന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് ക്ഷേത്ര മഹാത്മ്യം. അതുപോലെ കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്.
ആരായിരുന്നു കുഞ്ചൻ നമ്പ്യാർ? തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് ഇന്നും അമ്പലപ്പുഴ സ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാവുന്നതാണ്. ഇനി കുഞ്ചൻ നമ്പ്യാരുടെ ഉത്ഭവം നമുക്കൊന്ന് നോക്കാം. വന്നേരി ദേശക്കാരനും കേവലം നിസ്വാർത്ഥനുമായ ഒരു നമ്പൂതിരി തൻ്റെ പെൺകിടാങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് നിവർത്തിയില്ലായകയാൽ വല്ലവരെയും കണ്ടുപിടിച്ച് യാചിച്ച് കുറേ പണം സമ്പാദിക്കണമെന്ന് നിശ്ചയിച്ച് സ്വദേശത്തു നിന്നും പുറപ്പെട്ടു. അദ്ദേഹം കോഴിക്കോട്, കൊച്ചി, അമ്പലപ്പുഴ, തിരുവിതാംകൂർ മുതലായ രാജ്യങ്ങൾ സന്ദർശിച്ച് രാജാക്കന്മാർ, പ്രഭുക്കന്മാർ മുതലായവരെ കണ്ട് സങ്കടം പറഞ്ഞ് അവരിൽ നിന്നും കിട്ടിയ ഏതാനും പണവും കൊണ്ട് ഒരിക്കൽ ഒരു ദിവസം ഉച്ചസമയത്ത് കിള്ളിക്കുറിശി മംഗലത്ത് എത്തിച്ചേർന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ വഴി നടന്നും വെയിലുകൊണ്ടും വളരെ ക്ഷീണിച്ചാണ് അവിടെ എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിന് പുറത്തു ചെന്ന് നിന്നുകൊണ്ട് ഇവിടെ ഉപ്പുമാങ്ങയും മറ്റും കഴിഞ്ഞുപോയെന്ന് അദ്ദേഹം ചോദിച്ചു. അതു കേട്ട് ശാന്തിക്കാരൻ നമ്പൂതിരി പുറത്തു വന്ന് ഉച്ചപൂജ കഴിഞ്ഞു എങ്കിലും വേഗത്തിൽ കുളിച്ചു വന്നാൽ ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു. ഉടനെ ഈ നമ്പൂതിരി കുളക്കടവിൽ ചെന്ന് അരയിൽ കെട്ടിയിരുന്ന മടിശീല അഴിച്ചുവെച്ച് ഇറങ്ങി പെട്ടെന്ന് തന്നെ കുളിയും ജപവുമെല്ലാം കഴിച്ച് തിരിച്ചു വന്നു നോക്കിയപ്പോൾ മടിശീല കണ്ടില്ല. അപ്പോൾ നമ്പൂതിരിക്ക് എത്രത്തോളം സങ്കടമുണ്ടായി കാണും. ഭിക്ഷയാചിച്ച് പലയിടത്തു നിന്നും കിട്ടിയ ധനമായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനുള്ള ധനമായിരുന്നു. മടിശീല കാണാതായതോടുകൂടി അദ്ദേഹത്തിൻ്റെ വിശപ്പും ദാഹവും മാത്രമല്ല പാതി പ്രാണനും കൂടി പോയി കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഓടി അമ്പലത്തിൽ ചെന്ന് അവിടെ എല്ലാവരോടും വിവരം പറഞ്ഞു. അവിടെ ആരും കുളക്കടവിലേക്ക് ചെല്ലുക തന്നെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഒടുക്കം അതെങ്ങനെയോ പോയത് തന്നെ, ഇത് തൻ്റെ വിധി എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് എന്തായാലും ഊണ് കഴിക്കാമെന്ന് നിശ്ചയിച്ച് ഉണ്ണാൻ ചെന്നിരുന്നു. പക്ഷേ ദുഃഖം കൊണ്ട് അദ്ദേഹത്തിന് ചോറിറങ്ങുന്നില്ലായിരുന്നു. എങ്കിലും വിശപ്പും ദാഹവും കലശമായിട്ടുണ്ടായിരുന്നതിനാൽ കുറേ ചോറ് വാരിത്തിന്ന് കുറേ വെള്ളവും കുടിച്ച് ഒരുവിധം ഊണ് കഴിച്ചെന്ന് വരുത്തി അദ്ദേഹം അവിടെ നിന്നും നടക്കാൻ തുടങ്ങി. വ്യസനവും ക്ഷീണവും നിമിത്തം നടക്കാൻ ശക്തനല്ലാത്ത അദ്ദേഹം അമ്പലത്തിൽ തന്നെ മുണ്ടും വിരിച്ചു കിടന്നു. വെയില് ആറിയപ്പോൾ ഞാനിങ്ങനെ വ്യസനിച്ച് ഇവിടെ കിടന്നതുകൊണ്ട് എന്തു പ്രയോജനമാണുള്ളത് എന്ന് കരുതി അദ്ദേഹം സമാധാനപ്പെട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയും ചെയ്തു. പിന്നെ കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ ആ നമ്പൂതിരി യഥാപൂർവം ദേശസഞ്ചാരത്തിന് വീണ്ടും ഇല്ലത്തു നിന്നും പുറപ്പെട്ടു. ചില സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ചു. ക്രമേണ അദ്ദേഹം കിള്ളിക്കുറിശി മംഗലത്ത് തന്നെ വീണ്ടും എത്തിച്ചേർന്നു. അതൊരു ദിവസം വൈകുന്നേരമായിരുന്നു. കുളി കഴിഞ്ഞ് അദ്ദേഹം അവിടുത്തെ അമ്പലത്തിൽ ചെന്ന് ശാന്തിക്കാരനെ കണ്ട് തനിക്കും കൂടി അത്താഴം വേണമെന്ന് പറഞ്ഞു. ശാന്തിക്കാരൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അറിയുകയും മുമ്പുണ്ടായ കഥ ഓർക്കുകയും ചെയ്തതിനാൽ ഓഹോ, അത്താഴം ഇവിടെയാവാം, എനിക്കും ഇവിടെ തന്നെയാണ് അത്താഴം എന്ന് പറഞ്ഞു. ഇന്ന് മടിശീല കുളക്കടവിൽ വെച്ച് മറക്കുകയോ മറ്റോ ചെയ്തുവോ എന്ന് ചോദിക്കുകയും ചെയ്തു. എന്നാൽ ചോറ് അധികം വേണ്ടി വരില്ലല്ലോ എന്ന് അദ്ദേഹം വീണ്ടും തമാശ രൂപേണ പറഞ്ഞു. അതിനുത്തരമായി നമ്പൂതിരി, ഈ പ്രാവശ്യം അതിലൊന്നും തരമില്ല, ഞാൻ ഇല്ലത്തു നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ടെത്തിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അധികമൊന്നും സഞ്ചരിക്കാനും ഒന്നും സമ്പാദിക്കാനും ഇടയായില്ല. മടിശീല വെച്ച് മറക്കുകയും മറ്റും മടക്കത്തിലാവാമെന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുകയും ചെയ്തു. അത്താഴ കഴിഞ്ഞപ്പോൾ പന്നേരിക്കാരൻ നമ്പൂതിരി ഇനിയൊന്ന് കിടക്കണമല്ലോ, അതെവിടെയാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അതിനൊക്കെ തരമാക്കാം, നമുക്കിവിടെ ഒരു കിടപ്പിൻ്റെ വട്ടമൊക്കെയുണ്ട്, അങ്ങോട്ട് പോകാം, അവിടെ സ്ഥലം ധാരാളമുണ്ട് എന്ന് ശാന്തിക്കാരൻ നമ്പൂതിരി മറുപടി പറയുകയും ചെയ്തു. അവർ രണ്ടുപേരും കൂടി കിടക്കാനായി അങ്ങോട്ടേക്ക് പോയി.
അവിടെ ചെന്നപ്പോഴേക്കും ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യ ഇവർക്ക് രണ്ടുപേർക്കും കാൽ കഴുകുന്നതിനുള്ള വെള്ളം കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുകയും ചെയ്തു. 4 കെട്ടിൽ ഒരു വിളക്ക് കൊണ്ടുവന്ന് വെച്ച് ഒരു പുല്ലുപായ വിരിച്ചു കൊടുക്കുകയും മുറുക്കാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുചെന്ന് വെക്കുകയും ചെയ്തു. നമ്പൂതിരിമാർ കാല് കഴുകി തൂർത്തി പുല്ലുപായയിൽ ചെന്നിരുന്ന് മുറുക്കി ഓരോ തമാശകൾ പറഞ്ഞു തുടങ്ങി. അതൊക്കെ കേട്ട് രസിച്ചുകൊണ്ട് ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യയും അടുക്കൽ ചെന്നുകൂടി. വന്നേരിക്കാരൻ നമ്പൂതിരിയുടെ പ്രധാന പ്രസംഗ വിഷയം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളായിരുന്നു. ശാന്തിക്കാരൻ നമ്പൂതിരി പറഞ്ഞത് ആ നമ്പ്യാർ മഠത്തിലെ സ്ഥിതിയെപ്പറ്റിയും മറ്റുമായിരുന്നു. ആ നമ്പ്യാർ മഠത്തിൽ വളരെ കാലമായി സ്ത്രീകളല്ലാതെ പുരുഷന്മാരാരുമില്ലാതെ ഇരിക്കുകയായിരുന്നു. ഒരാൺകുട്ടി ഉണ്ടായാൽ കൊള്ളാമെന്ന് വിചാരിച്ച് അവർ വളരെ സൽക്കർമ്മങ്ങളൊക്കെ നടത്തിയെന്നും ഇപ്പോഴും ഓരോന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ഫലമൊന്നും കാണുന്നില്ല എന്നും മറ്റും ശാന്തിക്കാരൻ നമ്പൂതിരി പറഞ്ഞപ്പോൾ തനിക്കും ഒരു പുരുഷ സന്താനം ഉണ്ടായിട്ടില്ലെന്നും 4-5 പെൺകിടാങ്ങളാണ് ഉണ്ടായതെന്നും അവരെ വേളി കഴിച്ചു കൊടുക്കാൻ നിവർത്തിയില്ലാത്തതിനാലാണ് താൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുന്നുവെന്നും മറ്റും വന്നേരിക്കാരൻ നമ്പൂതിരിയും പറഞ്ഞു. അക്കൂട്ടത്തിൽ താൻ കുളിക്കടവിൽ മറന്നുവെച്ച മടിശീലയുടെ കഥയും കൂടി അദ്ദേഹം പറഞ്ഞു. മടിശീലയുടെ കാര്യം പറഞ്ഞപ്പോൾ ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യ അതിനെപ്പറ്റി ചിലതെല്ലാം ചോദിക്കുകയും വന്നേരിക്കാരൻ നമ്പൂതിരി അതെല്ലാം വിസ്തരിച്ച് തന്നെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ആ സ്ത്രീ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അറ തുറന്ന് ഒരു മടിശീല എടുത്ത് കൊണ്ടുവന്ന് ഇതായിരിക്കുമോ അങ്ങയുടെ മടിശീല എന്ന് ചോദിച്ചു. എന്നിട്ട് ആ മടിശീല വന്നേരിക്കാരൻ നമ്പൂതിരിയുടെ മുമ്പിൽ വെച്ചു. നമ്പൂതിരി അതെടുത്ത് നോക്കി. ഇത് തന്നെ, ഞാൻ അന്ന് കെട്ടിയ കെട്ട് അഴിച്ചിട്ടു കൂടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിശീല അഴിച്ച് പണം എണ്ണി നോക്കിയപ്പോൾ ശരിയായിരുന്നു. ആ സമയം നമ്പൂതിരിക്കുണ്ടായ സന്തോഷം എത്രമാത്രമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം ഇതെങ്ങനെ കിട്ടി എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മുമ്പൊരിക്കൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ശുദ്ധം മാറിപ്പോവുകയാൽ കുളിക്കാനായി കുളക്കടവിൽ ചെന്നപ്പോൾ അവിടെ ഒരു ചാണകം കിടക്കുന്നത് കണ്ടു. കുളി കഴിഞ്ഞു പോന്നപ്പോൾ അതും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു വാരിയെടുത്തപ്പോൾ അതിനടിയിൽ ഒരു മടിശീല ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചാണകമൊക്കെ തുടച്ചു കളഞ്ഞ് മടിശീല പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ചു. ആരെങ്കിലും ഉടമസ്ഥൻ അന്വേഷിച്ചു വന്നാൽ കൊടുക്കാമെന്ന് നിശ്ചയിച്ചിരുന്നു. ഇതുവരെ ഒരു ഉടമസ്ഥനും വന്നില്ല. അതിനാൽ ഞാൻ അത് ഇവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങിത് സ്വീകരിക്കുക എന്ന് പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം വെളിവായി. നമ്പൂതിരി കുളിച്ച് ജപിച്ചുകൊണ്ടിരുന്ന സമയം അവിടെ ഒരു പശു പുല്ലു തിന്നുന്നുണ്ടായിരുന്നു. ആ പശു ഈ മടിശീലയുടെ മുകളിൽ ചാണകമിട്ടു. അത് പക്ഷേ നമ്പൂതിരി കണ്ടില്ല. ചാണകത്തിനടിയിൽ മടിശീല ഉണ്ടായിരിക്കുമെന്നോ പശു അതിനു മീതെ ചാണകമിട്ടിരിക്കുമെന്നോ അദ്ദേഹം വിചാരിച്ചതുമില്ല. അദ്ദേഹം നോക്കിയത് ചാണകം കിടന്നതിൻ്റെ അടുക്കലൊക്കെയായിരുന്നു. ഊണ് കഴിക്കാനുള്ള പരിഭ്രമം കൊണ്ട് മടിശീല വെച്ചത് എവിടെയായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അത്ര നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ഈ സ്ത്രീ കുളിക്കാൻ ചെന്നതും ചാണകം വാരിക്കൊണ്ടു പോന്നതും നമ്പൂതിരി കുളി കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോയതിനു ശേഷമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യം നടന്നതെന്ന് അപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലായി. ഉടനെ തന്നെ ആ നമ്പൂതിരി ആ പണത്തിൻ്റെ പകുതി മാറ്റിയിട്ട് ഇതെനിക്കിപ്പോൾ വെറുതെ തന്നതുപോലെയാണ് തോന്നുന്നത്, അതിനാൽ എനിക്ക് ഇതിൻ്റെ പകുതി മതി, പകുതി താങ്കൾ എടുത്തുകൊള്ളൂ എന്ന് ആ സ്ത്രീയോട് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഇതിലൊരു കാശ് പോലും വാങ്ങുകയില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചല്ല ഇത് സൂക്ഷിച്ച് വെച്ചിരുന്നത്. അന്യൻ്റെ മുതൽ വല്ല സ്ഥലത്തും ഇരുന്ന് കിട്ടിയാൽ അത് ഉടമസ്ഥനെ ഏൽപ്പിക്കുക എന്നത് നമ്മുടെ ധർമ്മമാണ്. അതിന് പ്രതിഫലം വാങ്ങുക എന്നത് കേവലം നീചത്വമാണ്. എനിക്ക് വേണമെങ്കിൽ പകുതിയല്ല മുഴുവനും തന്നെ എടുക്കാമായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ അവിടുത്തെ സന്തോഷവും അനുഗ്രഹവും മാത്രമാണ് ഇതിന് പ്രതിഫലമായി ആഗ്രഹിക്കുന്നത്. ഈ വിധം ആ സ്ത്രീ നമ്പൂതിരിയോട് പറഞ്ഞു. ഇത് കേട്ട് സന്തുഷ്ടനായ ആ ബ്രാഹ്മണോത്തമൻ
അവിടെ നിന്നും എഴുന്നേറ്റ് 2 കൈയുമുയർത്തി ആ സ്ത്രീയുടെ ശിരസിൽ വെച്ച് ആനന്ദാശ്രുക്കളോടുകൂടി നിനക്ക് സൽസന്താനം അടുത്തയാണ്ടിൽ ഈ കാലത്തിന് മുമ്പായി ഉണ്ടാകുമെന്ന് പറഞ്ഞു. നിനക്ക് അതിയോഗ്യനായ ഒരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അപ്രകാരം ആ സ്ത്രീ ഗർഭം ധരിക്കുകയും അതികോമളാംഗനായ ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. ആ പുത്രനാണ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. ആ കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം എങ്ങനെയാണ് തുള്ളൽ പ്രസ്ഥാനത്തിലേക്ക് വന്നത് എന്നുള്ള കഥയൊക്കെ ഞാൻ വീണ്ടും ഇവിടെ വിസ്തരിക്കുന്നില്ല, എല്ലാവർക്കും തന്നെ അതറിയാം. ഇന്നും നമ്മൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ മിഴാവ് വെച്ചിട്ടുണ്ട്, നമുക്കത് കാണാൻ സാധിക്കും. ആലപ്പുഴ ജില്ലയിലുള്ളവരെല്ലാവരും തന്നെ അമ്പലപ്പുഴയിൽ പോയിട്ടുണ്ടാകും. ഇനി മറ്റു സ്ഥലങ്ങളിലുള്ളവർ തീർച്ചയായിട്ടും പോയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണം. പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പാർത്ഥസാരഥിയാണ്. പ്രാർത്ഥിച്ചാൽ ഭഗവാൻ എന്നും കൂടെയുണ്ടാകും. എങ്ങനെയാണോ ഭഗവാൻ അർജുനനെ സംരക്ഷിച്ചിരുന്നത് അതുപോലെ ഭഗവാൻ നമ്മളെയും സംരക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, അതിനേക്കാളുപരി ഭഗവാനെ സ്നേഹിക്കുക. ഹരേ കൃഷ്ണ.